ആയല്ലോ. കുടുംബശ്രീയും കുഞ്ഞാടും എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിൽ എത്താൻ പോകുന്ന കാർത്തികാണ് നമ്മുടെ ഒപ്പം. കാർത്തിക്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. കാർത്തികിന് ഈ മൂവിത്തെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയാമോ? ക്യാരക്ടർ മനു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ധ്യാൻ ചേട്ടൻ ലീഡ് ചെയ്യുന്നൊരു നാടൻ പാട്ട് ട്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഗിറ്റാറിസ്റ്റാണ് മനു. പണ്ടെന്നാല മുതൽ ഈ ട്രൂപ്പിൽ ഗ്യാങ്ങിൻ്റെ കൂടെയുള്ള ക്യാരക്ടറിന് വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്. അതിപ്പോൾ പറയാൻ പറ്റില്ല. മെയിൻ ട്വിസ്റ്റ് ആണോ? അങ്ങനെയല്ല, അത് പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും. സസ്പെൻസ് ആയിട്ട് വെക്കേണ്ട ഒന്നാണ്, നമുക്ക് മുന്നേ പറയാൻ പറ്റില്ല എന്നാണല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു അല്ല അതിപ്പോൾ പറയുന്നില്ലല്ലോ. ഇല്ല, സർപ്രൈസ് ആണ്. അതെ, ഡയറക്ടർ സാർ പറഞ്ഞ പിന്നെ ഫീലില്ല. അപ്പോൾ ഗിറ്റാറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ലേ? അപ്പോൾ ഇതിന് മുന്നേ മ്യൂസിക്കായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഒരു ബന്ധമില്ല. ആദ്യത്തെ ആയിട്ടാണ് മ്യൂസിക്കിലായിട്ട്. അല്ല, ഞാൻ സിംഗറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്തിൽ. അതല്ലാണ്ട് ഞാൻ പേഴ്സണൽ മ്യൂസിക്കായിട്ട് ബന്ധമില്ല. അപ്പോൾ എങ്ങനെ ഗിറ്റാറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും അറിയട്ടെ? വിഷയമായിരുന്നു, അവിടെ പോയിട്ട് കാണിച്ചതനുസരിച്ച് ചെയ്താ. എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ഞാനിപ്പോൾ ഔട്ട് കാണുമ്പോൾ അല്ല, അവിടെ സെറ്റിൽ നിൽക്കുന്ന സമയത്ത് ബാക്കി എനിക്ക് തോന്നണം അവിടെ മ്യൂസിക്കിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ തന്നെ പരിപാടിയെ കാണിച്ചു തന്നു, ഇങ്ങനെ ചെയ്താൽ മതി. എന്നാൽ മൊത്തം ആക്ടിങ് അല്ലേ. പിന്നെ ഈ മൂവിയിലോട്ട് എങ്ങനെ വരുന്നത്, ഈ ഒരു ക്യാരക്ടർ എങ്ങനെ കിട്ടുന്നത്? എനിക്ക് റാൻഡമായിട്ട് കോൾ വന്നാണ്. കൺട്രോളർ ദീപിച്ചേട്ടനെ അറിയാമായിരുന്നു. ദീപിച്ചേട്ടൻ വേറൊരു പടത്തിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞ സമയത്ത് നടന്നില്ല. പിന്നെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ച് അങ്ങനെ വന്ന് ഞാൻ ആക്ച്വലി മീറ്റ് ചെയ്ത് കഥയൊക്കെ കേട്ട്. ഇപ്പോൾ ഇതിന് മുന്നേ ചെയ്ത സിനിമകളിലാണെങ്കിലും ഒരുപാട് നമ്മുടെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മൂവിയിലാണെങ്കിലും കുറേ മെയിൻ സ്ട്രീം ആക്ടേഴ്സിനൊപ്പം അഭിനയിക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു അവരൊപ്പം എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര കൂളായിട്ട് ഷൂട്ട്. എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഭയങ്കര കൂളായിട്ട് ചെയ്ത. ഇല്ല, ഇതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി ടെൻഷനൊക്കെ കുറവായിരുന്നു. കാരണം ധ്യാൻ ചേട്ടനുണ്ട് ഫുൾ ടൈം ഇങ്ങനെ അതെ, അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ജാഫ്രിക്കയുടെ തൊട്ട് മുന്നത്തെ പടത്തിൽ ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട്, ചാട്ടുളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് റിലീസുണ്ട്. അപ്പോൾ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെ വർക്ക് ചെയ്യണം. അപ്പം ജാഫ്രിക്ക അന്നേ മുതൽ നമുക്ക് തരുന്നൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ അതും കംഫർട്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ പിന്നെ ബാക്കിയുള്ള ആക്ടേഴ്സിനെ പോലെയല്ല. ബാക്കി നമ്മളൊരു സിനിമ ചെയ്യാൻ വരുമ്പോൾ ഒരു ആക്ടർ എത്രത്തോളം നമ്മളെ കംഫർട്ടാക്കുമെന്ന് പറഞ്ഞാലും നമുക്കൊരു സാധനം ഉള്ളിൽ കിടക്കും പെർഫോം ചെയ്യുന്ന സമയത്ത്. പക്ഷെ ധ്യാൻ ചേട്ടൻ പക്ഷെ തരുന്നത് ഒരു വേറെ ടൈപ്പ് വൈബാണ്. അത് അതിനെ നമ്മൾ കംഫർട്ട്. അതെ. പിന്നെ പക്രു ചേട്ടനായാലും ഭയങ്കര അനിയൻ എന്നുള്ള സാധനം തരെയും. സ്നേഹ പിന്നെ ഞങ്ങൾ സെയിം ഏജാണ്. പെട്ടെന്ന് ഞാൻ സ്നേഹമായിട്ട് സിങ്കായിരുന്നു.